ചക്ക സീസൺ ആരംഭിച്ചെങ്കിലും നാട്ടിൻപുറങ്ങളിൽ ചക്കയ്ക്ക് വേണ്ടത്ര വില ലഭിക്കുന്നില്ല. ഹൈറേഞ്ച് മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വൻ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. മലയാളികൾക്ക് ചക്ക ഒരു നാടൻ ഭക്ഷണമാണ്. നാട്ടിൻപുറങ്ങളിലെങ്കിലും പണം കൊടുത്തു വാങ്ങേണ്ടാത്ത, മായം കലരാത്തൊരു ഭക്ഷ്യവസ്തു. അതുകൊണ്ട് തന്നെ ചക്കയ്ക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അതിന്റെ കാരണം ചക്കയുടെ യഥാർത്ഥ ഗുണങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതാണ്. ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ചറിഞ്ഞാൽ ചക്ക വെറുതെ കളഞ്ഞവരൊക്കെ അതോർത്തൊന്ന് നെടുവീർപ്പിടും. ആപ്പിളിലും മുന്തിരിയിലും ഓറഞ്ചിലും എന്തിനേറെ മാമ്പഴത്തിൽ പോലും മായം ചേർന്നിരിക്കുന്ന ഈ കാലത്ത് ഒട്ടും മായം ചേരാത്ത ഒന്നാണ് ചക്ക. നമ്മുടെ പറമ്പുകളിൽ സുലഭമായിരുന്ന ചക്ക ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ചു കളയുന്ന സാഹചര്യവുമുണ്ട്. ധാരാളം നാരുകളടങ്ങിയതിനാൽ ദഹനം ശക്തിപ്പെടുത്താൻ ചക്കയ്ക്ക് കഴിയും. ചക്കയിലുള്ള ന്യൂട്രീനുകൾ ക്യാൻസറിന് കാരണമാകുന്ന പോളിന്യൂട്രീനുകളെ തടയും. ഹൈറേഞ്ച് മേഖലയിൽ നിന്നും ചക്ക സീസണിൽ ചക്കകൾ കയറ്റി അയക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് വേണ്ടത്ര വില ലഭിക്കുന്നില്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ പാക്കറ്റുകളിൽ വിപണിയിലെത്തിയാൽ ഉയർന്ന വില നൽകിയാണ് നാട്ടുകാർ പോലും വാങ്ങുന്നത്. നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കർഷകർക്ക് വേണ്ട സഹായങ്ങൾ സർക്കാർ നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണിയിൽ പോലും നല്ല ഡിമാൻഡാണുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.